ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈൻ. ഞാൻ ഇന്ന് റെഡി ആയിട്ട് അമ്പലത്തിൽ വരെ പോവാണ്. അമ്പലത്തിൽ ചെന്ന് ചെട്ടുകുളങ്ങരയിൽ കുംഭഭരണിയാണ് അങ്ങോട്ട് പോവാണ്. അമ്മ അച്ഛനൊക്കെ നേരത്തെ പോയി, ഞാനും നിച്ചും കൂടെ വണ്ടിയിലൊന്ന് ചെല്ലാന്ന് പറഞ്ഞു. വൈകുന്നേരം പോയി. അമ്മ അച്ഛനൊക്കെ രാവിലെ പോയി കുത്തിയോട്ടമൊക്കെ കണ്ടതിന് ശേഷം വല്യമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് വേണം അവിടുന്ന് എല്ലാവർക്കും കൂടെ വൈകുന്നേര സമയത്ത് തേരും കുതിരയൊക്കെ അവർ വരയ്ക്കും. അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ വീട്ടിലോട്ട് വരാൻ. അപ്പം വണ്ടിയെ പോയത് കൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ബ്ലോക്ക് ആകുന്നതിന് മുന്നേ 2-3 കണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയായിരുന്നു. കുംഭഭരണി നാളെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കൊഞ്ചുമാങ്ങ ഒക്കെ ഇട്ട് നമുക്ക് ചോറൊക്കെ നമ്മൾ കഴിക്കണം. അതിപ്പോൾ അവരുടെ വിശ്വാസമാണ്. ആരിപ്പം ചുറ്റുള്ളങ്ങനെ അവിടെ ചെന്നാലും എല്ലാ വീട്ടിലും കൊഞ്ചുമാങ്ങ കാണും കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും വെച്ചിട്ടാണ് അമ്മ പോണത്. ഈ വർഷം വെക്കാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ബ്ലോക്കായി പോകുമെന്ന്. എങ്കിലും നമ്മൾ ഷോർട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ വണ്ടി അവിടെ ഒരിടത്ത് വെച്ചിട്ട് നമ്മൾ നടന്ന് അമ്പലത്തിലോട്ട് വന്ന് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളതൊക്കെ മേടിച്ച് അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ എടുക്കുവാണ്. അവിടെ ഒരു തേര് കണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് വലിച്ചുകൊണ്ട് വരുന്ന ഓരോ കരയിൽ നിന്ന് ഓരോ തേരും അങ്ങനെ മറ്റേ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എല്ലാം നമുക്ക് ഈ പ്രാവശ്യം കാണാൻ പറ്റില്ല. മറ്റേത് ഇതിനെ എല്ലാം വലിച്ച് നമ്മൾ അമ്പലത്തിനകത്ത് കൊണ്ടുവച്ചെന്ന് കണ്ടിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ വരുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ കറങ്ങി നടന്നു കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ മാസ്ക് വെച്ചേക്കുന്നത്. അമ്മയ്ക്ക് മറ്റേ പൊടി അലർജി ഉണ്ട്, പിന്നെ വയ്യാതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ച് വന്നേ. പിന്നെ അവിടുന്ന് കുറച്ചൊക്കെ നടന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ കാണും. നല്ല രസമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. കാരണം ഇതെല്ലാം കാണണം. ശരിക്കും നമുക്ക് സങ്കടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം അത് ഫുള്ള് അത് വന്നിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോകാമെന്ന് കരുതിയിരുന്നപ്പം ഒരു പേര് വന്നു. അപ്പം അതും കുറച്ച് കണ്ടു കേട്ടോ. അതൊരു രസമാണ്. ഇങ്ങനത്തേക്കുള്ളത് നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ പോകുന്നത്. പിന്നെ ഞാൻ കുറേ നാളായി അവിടെയൊക്കെ പോയിട്ട്. ഞാൻ ഡിഗ്രിക്കോ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എന്തോ പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പറ്റിയിട്ടില്ല പോകാൻ. ചില സാഹചര്യങ്ങൾ കാരണം പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ എനിക്കൊരുപാട് മിസ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നോ രണ്ടോ ഞാൻ പോയത് തന്നെ രാത്രി 7-8 മണിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ച് വരേണ്ടത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ടേ വരുള്ളൂ. പിന്നെ ബസ്സിൻ്റെ ഒരു ഇത് കൊണ്ട് നമ്മൾ വണ്ടിയിലാണ് പോയത്. ചില സമയം നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ബസ്സിലായിരുന്നു പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ വണ്ടിയിൽ പോയത് കൊണ്ട് നമുക്ക് ബ്ലോക്കായി പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം കരുതി ഇതൊക്കെ ഒന്ന് കണ്ട് കറങ്ങി നടന്ന് ജസ്റ്റ് ഒരു ഇതിപ്പോൾ ഒരു 5:30-6 മണി എങ്ങാണ്ടായി. കരുതി ഇരുട്ടുന്നതിന് മുന്നേ അതെല്ലാം ഒന്നുകൂടെ കണ്ടിട്ട് പോവാണ്. അങ്ങനെ ഇത് വലിക്കുന്നതാണ്. എന്നുവെച്ചാൽ അവർ അവിടെ ഒരു ഇതുണ്ട്, അയ്യം പോലത്തെ. അവിടെ കൊണ്ട് ഓരോ കരയുടെ വകയാണ് ഓരോ തേരുണ്ട്, കുതിരയുണ്ട്, പിന്നെ മറ്റേ കുതിരയില്ലായിരുന്നു തോന്നുന്നു കേട്ടോ. തേരുണ്ട്, കുറേ തേരുണ്ട്. ഓരോന്നിനും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കാണും.